ഇതാണ് നമ്മളെ ഇന്നത്തെ ബ്രൈഡ് അഞ്ജന VS. കാരണം ഈ അഞ്ജന ഞാൻ കുറേ പേരുകളുള്ളതുകൊണ്ടേ ഇത് VS എന്ന് പറഞ്ഞ തന്നെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇത് കുറേ എത്ര വർഷം 8 വർഷമൊക്കെ ആയിട്ടുണ്ടാവില്ല അവരൊക്കെ? ബാബിയുടെ 5 years. 5 years ബിഫോർ നമുക്കൊരു പഞ്ചാബി ബ്രൈഡ് ഉണ്ടായിരുന്നു. പഞ്ചാബി ബ്രൈഡിൻ്റെ സിസ്റ്റർ ഇൻ ലോ ആണ്. അപ്പോൾ അന്ന് കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? പിന്നെ എന്നാ കാണുന്നത്? പിന്നെ എൻഗേജ്മെന്റ് ലുക്ക് കേട്ടോ. എങ്ങനെയാ വേണ്ടേ? എനിക്ക് സിമ്പിൾ മേക്കപ്പ് മതി. ഞാൻ അങ്ങനെ ഓവർ ഇടാറില്ല. നോർമലി ഭയങ്കര സെറ്റിലായിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ എനിക്ക് ഐസ് കുറച്ച് നല്ല കുറച്ചൊരു ഹൂഡഡാണ് ഹൈ. അപ്പൊ അത് കുറച്ച് ഗ്ലിറ്ററി ഐ ഷാഡോ ഒക്കെ ഇട്ടിട്ട് സെറ്റിലായിട്ട്. മേക്കപ്പ് ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലെന്ന് ചെയ്യില്ല. ഐസ് നമുക്ക് കുറച്ചൊന്ന് ഇങ്ങോട്ടേക്ക് കയറ്റി ഇടേണ്ടി വരും. കാരണം ഇത്രയും ഭാഗം ശരിക്കും ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട്. ഈ ഭാഗം കാണുന്നില്ല, ഉള്ളിൽ കയറുന്നത്. അപ്പൊ കുറച്ച് മേലേക്ക് കയറ്റിയിട്ടെങ്കിൽ നമുക്ക് ആ ഒരു ഐ മേക്കപ്പ് വിസിബിൾ ആവും. കാരണം ക്രീസ് ലൈനിൽ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. ക്രീസ് ലൈനിൽ മേലെ കയറ്റിയിട്ട് ചെയ്യേണ്ടി വരും. തിന്നായി പോകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ടോങ് ചെയ്യാൻ പറ്റാത്തത്. ഈ സെയിം തിക്നെസ് താഴെ വരെ പോയിരുന്നെങ്കിൽ ടോങ് ചെയ്തിട്ടായിരുന്നു. എക്സ്റ്റൻഷൻ വെക്കുക എന്ന് പറഞ്ഞാലും പോസിബിൾ അല്ല. ഇത്രയും ലെങ്ത് വരുന്നില്ല, അത്രയും ലെങ്ത്തിലുള്ള ഹെയർ എക്സ്റ്റൻഷൻ കൊടുക്കേണ്ടി വരും. ഇയാളുടെ ഹെയർ കണ്ടോ? ഇത്രയും ലോങ് ഹെയർ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടാറുണ്ട് ഇങ്ങനത്തെ നീളമുള്ള മുടികൾ. നല്ല മുടിയാണ് മാഷാല്ലാ. താങ്ക് യു. ഞാൻ ശരിക്കും എൻഗേജ്മെന്റ് ആകുമ്പോൾ ഹെയർ കട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. ഹെയർ താഴെ ഒന്ന് ജസ്റ്റ് ട്രിം ചെയ്യണം മോളെ. കുറേ നാളായി വെട്ടിയിട്ട് പക്ഷെ ലെങ്ത് കൂടിയപ്പോൾ പിന്നെ ആരും വെട്ടാൻ സമ്മതിക്കില്ല. ചെറുതായിട്ടൊന്ന് ട്രിം ചെയ്ത് കൊടുത്താൽ മതി. കഴിഞ്ഞിട്ടൊന്ന് ലെവൽ ചെയ്തോ. അതെന്താ വെച്ചാൽ ഹെയറിന്റെ ഒരു ഹെൽത്തിനും നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഹെയറിന് അത്ര ഇതുണ്ടാവില്ല. എന്നാൽ ഹെയർ ഡെഡായി. ഹെയറിന്റെ ലൈഫ് എന്ന് പറയുന്നത് ഇവിടുന്ന് വരുമ്പം അത് ജീവനുണ്ട്. താഴേക്ക് പോകും തോറും ഇതിന്റെ ജീവൻ പോയി. ഇവിടെ ഉള്ള ഹെയറിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ജീവൻ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ അതുകൊണ്ട് അവിടെ ട്രിം ചെയ്ത് കൊടുക്കുന്നത്. തുടങ്ങാട്ടോ. സാധാരണ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ലെൻസ് വെക്കാനല്ല ബുദ്ധിമുട്ട്, പക്ഷെ കണ്ണു തുറന്നില്ല. ഞാൻ ആഞ്ഞു വലിക്കുക ചെയ്യും. അതുകൊണ്ട് കണ്ണ് വേഗം തുറന്നുണ്ട്, വേഗം പരിപാടി കഴിഞ്ഞ്. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, കണ്ണ് കുറച്ച് ഇടുങ്ങിയ കണ്ണായതുകൊണ്ട്. പരിഹാരം ഉണ്ടാക്കാം. കുറച്ചൊരു ആക്നെ പ്രോൺ സ്കിന്നാണ്. ഇപ്പോഴും വരാറുണ്ടോ അതോ മുന്നേ വന്നതിൻ്റെ ആണോ? പീരിയഡ് സ്റ്റേറ്റ് ആവുന്ന ടൈമിൽ വരും. അത് കഴിഞ്ഞാൽ വരുമ്പോൾ നല്ല ഉത്സവം പോലെ വരും. ആസ്വദിച്ചിട്ട് വരാം, ആഘോഷിച്ചിട്ട് വരാം. ഒരു പരിപാടിക്കും പോകണ്ട. പിന്നെ നമുക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിലും വരും ഈ സാധനം. അത് നമ്മളെ ആ ഒരു സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു കല്യാണത്തിന് സ്ഥിരമായിട്ടുള്ളൊരു ഗസ്റ്റാണ്. പിന്നെ ഞാൻ എന്നെ തന്നെ പറഞ്ഞ് സമാധാനിപ്പിക്കും, കണ്ണ് പറ്റാതിരിക്കാൻ. അത് ഈ പീരീഡ്സ് ആവുന്ന സമയത്ത് മാത്രം ആക്നെ വരുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാട്ടോ. നമ്മൾ എവിടെയാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്? AC മിലാൻ ഫുട്ബോൾ അക്കാദമി. അപ്പൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്ത് അപ്പം തന്നെ ബാബി പറഞ്ഞു വേഗം ബുക്ക് ചെയ്യും, ഇപ്പം തന്നെ ബുക്ക് ചെയ്യും. അവരിവിടെ ഉണ്ടാവാറുണ്ടോ? ഇല്ല, ബാംഗ്ലൂർ. അപ്പൊ പിന്നെ പ്രഗ്നന്റ് കൂടെ ആയതുകൊണ്ട് ദിലീപിന്റെ ഫോട്ടോഗ്രാഫി അവരാണോ? അവരെന്നെ അപ്പൻ്റെ അടുത്ത് പറഞ്ഞു ഫോക്കസ് ചെയ്തു. അപ്പൊ പിന്നെ മേക്കപ്പ് നോക്കണ്ട, അടിപൊളി ഇങ്ങനെ വരും എന്ന് പറഞ്ഞു. ആകുമ്പോഴത്തേക്കും ലവ് സ്റ്റോറിയാണ്. ലവ് സ്റ്റോറി ഒന്നല്ല, അറേഞ്ച്ഡ് അല്ല. അറേഞ്ച്ഡ് അല്ല, നമ്മൾ പറയില്ല ലൈക്ക് എത്ര വെയിറ്റ് ചെയ്താലും പെർഫെക്റ്റ് ആയിട്ട് ഒരാൾ വരും. ലവ് സ്റ്റോറി. ഇത് വെഡിങ് മാരേജ് വേണ്ട എന്നുള്ളൊരു മൈൻഡിലായിരുന്നു ഞാൻ. റൈറ്റ് പേഴ്സൺ വന്നപ്പം എത്രയും പെട്ടെന്ന് കിട്ടിയാൽ മതി. സ്വാഭാവികം. മൈക്കിളൂടെ മറന്നേ പോയി. തുടങ്ങാൻ പോണോളൂ.
ഇതൊക്കെ സാമ്പിളാണ്. കാണാൻ കുറച്ചൊരു മേങ്ങ ഉണ്ടായിക്കോട്ടെ. മൈക്ക് വെച്ചിടത്തേക്ക് ഓഫ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, പബ്ലിസിറ്റി ഇഷ്ടമല്ല, സെലിബ്രിറ്റി സ്റ്റാറ്റസ് തീരെ ഇഷ്ടമല്ല. മെയിൻ കണ്ടന്റ് ഒന്നും ആർക്കും വേണ്ട. എൻ്റെ ഉള്ളിൽ എന്താണോ പ്രശ്നം. നമ്മൾ ചിലപ്പോൾ ഈ സംസാരിക്കുമ്പോഴും ചിലത് തെറ്റിപ്പോകുമല്ലോ. അറിയണ കാര്യമാണെങ്കിലും പറയുമ്പോൾ തല തിരിഞ്ഞേക്കും പറയുന്നത്, അത് പെട്ടെന്ന് കമൻറ്റേറ്റ് വരും. ജിത്താൻ്റെ വോയിസ് മാത്രം മതിട്ടോ. എല്ലാ ആക്ഷൻസും ജബ നല്ല പോലെ പോയിക്കൊണ്ടിരിക്കുന്ന പേജ് വെറുതെ കൊളാക്കുന്നു. ഇങ്ങനത്തെ ഓരോന്ന് വരുമ്പോൾ പേജിൻ്റെ ഒരു എനർജിയാണ്, പെട്ടെന്ന് ഇങ്ങോട്ട് ആക്റ്റീവ് ആവും പേജ്. സീനിൻ്റെ റിസപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചടങ്ങാട്ടോ. ഒട്ടും മാറാനുള്ളൊരു സാവകാശേ കിട്ടൂല. ശരിക്കും നന്നായിട്ട് ഒരുങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ സെയിം ഡേ റിസപ്ഷൻ വെക്കരുത്, ഭയങ്കര പാടാണ്. നെക്സ്റ്റ് ഡേ ആണെങ്കിൽ എന്താ വെച്ചാൽ സമാധാനമുണ്ട്. ഇതെന്താണെന്നറിയോ, കല്യാണം കഴിഞ്ഞ് ഈ സാധനങ്ങൾ ഊരിയെടുക്കാൻ തന്നെ വേണം 1 മണിക്കൂർ. എല്ലാം കൂടെ ഊരിയെടുത്ത് ആളൊന്ന് മേലേക്ക് തിരിച്ചു വരുമ്പോഴേക്കും സമയമായി. അപ്പോഴേക്കും മുട്ടാൻ തുടങ്ങും. തീർന്നില്ലേ എത്ര സമയമായി. ആക്ച്വലി ഈ മുട്ടാൻ തുടങ്ങുന്ന സമയത്ത് നമ്മളിവിടെ തുടങ്ങിയിട്ട് പോലും ഉണ്ടാവില്ല. കുറെ പണിയെടുത്തല്ലേ. ഇപ്പൊ കളിച്ചാ ചോദിക്കും, ഇതിപ്പോ എല്ലാം ഒന്നല്ലേ, മുദ്ര ശ്രദ്ധിക്കണം. നേരത്തെ അറിയണത് തന്നെയാ, പക്ഷെ മാരേജിനോട് സങ്കല്പേ ഇല്ല. എനിക്ക് പറ്റിയ രരയാന്ന് അറിയില്ലായിരുന്നു. പിന്നെ നമ്മൾ ഭയങ്കര ഡെപ്തായിട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാവും പണി കൊടുക്കാൻ ഏറ്റവും നല്ലത് വന്നെ. അതെ, സമാധാനമായിട്ട് ജീവിക്കാം. കണ്ണടച്ചോട്ടോ. അതൊന്നുമില്ല, നല്ല അടിപൊളി പാട്ട് കേൾക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധ പാട്ടിലേക്ക് പോകണം. അതാണ് മെയിൻ ലക്ഷ്യം. ആ സ്റ്റോറി ഭയങ്കര ടാസ്കാ. ഇന്നലെ മെഹന്തി ഇട്ടിട്ട് ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ സ്റ്റോറിക്കകത്തിട്ട് ഇങ്ങനെ ഇരിക്കുക. എന്ത് പാട്ട്, കുറേ നേരം ഇരുന്ന് അവസാനം ഒന്നിനും കൊള്ളാത്തൊരു പാട്ട്. പക്ഷെ ഹിന്ദിയിലിരുന്ന് പറഞ്ഞെന്നുള്ളൂ. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ എനിക്ക് എനിക്കിപ്പോ ഡാൻസിന്റെ സ്റ്റെപ്പ് തെറ്റുമോ എനിക്ക് മാത്രമല്ല മനസ്സിലതാണ്. ഇവിടെ വരുന്ന തൊട്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നത്. ആഹാ, എന്താ ഡെഡിക്കേഷൻ. ഞാൻ തെറ്റിച്ചാലും പ്രശ്നമില്ല, ഞാൻ ബ്രൈഡാ. നമുക്കെന്തോ ആവാം, ആരൊന്നും പറയില്ല. അറിയോ, ഫുൾ ടീം ഉണ്ടെങ്കിലും എല്ലാവരും ബ്രൈഡിന്റെ സ്റ്റെപ്പ് മാത്രമേ ശ്രദ്ധിക്കുള്ളൂ. അല്ല, അപ്പൊ ബാക്കി എന്താ കളിക്കണം നോക്കൂലല്ലോ. മറ്റൊന്നും മനസ്സിലാവില്ല. തെറ്റിയൊന്നും മനസ്സിലാവില്ല. എന്നാ ആശ്വാസത്തിലാണ് ഞാൻ. ലെഹങ്ക ഇട്ടിട്ട് നടക്കാൻ പോലും പറ്റുന്നില്ല. പിന്നെ ജീവിതത്തിലെ ആദ്യത്തതും അവസാനത്തതും എൻഗേജ്മെന്റ് ആയതുകൊണ്ട് സൂപ്പറാക്കും. വേറെ വിഷമൊന്നുമില്ലത്, ഇതൊക്കെ അനുഭവിച്ചേ പറ്റൂ. അതെ, നമ്മള് ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് മാരി ചെയ്തിട്ടൊരു കാര്യമില്ല. നമുക്ക് ഫീൽ ചെയ്യണം. ഓക്കെ, നമുക്ക് സ്വയം തോന്നണം കെട്ടണം എന്നുള്ളത്. അതെ, ആർക്കെങ്കിലൊക്കെ വേണ്ടി കല്യാണം എന്ത് ചെയ്യാൻ കാര്യമില്ല. ഒരു ലൈഫ് ലെസൺസ് ഇല്ല. ഗോ വിത്ത് ദ ഫ്ലോ. ലെസൺസ് കൊണ്ട് അതൊരു കാര്യമില്ല. ഇപ്പം എന്താണോ അതിൽ എൻജോയ് ചെയ്യാം. സിമ്പിൾ. പക്ഷെ നമ്മൾ മനുഷ്യന്മാരായതുകൊണ്ട് എക്സ്പെക്ട് ചെയ്യണം.
ചെറുതായിട്ട് ഇപ്പോൾ എൻഗേജ്മെന്റ് കഴിച്ചു ഒന്ന് ഓടിപ്പോയി കുറച്ച് സമയം ബാക്കിയുണ്ട്. അഞ്ജനയുടെ ഫൈനൽ ലുക്കായി എന്ത് തോന്നുന്നു? അടിപൊളി. ലൈക്ക് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ല ഓൾറെഡി, കാരണം ഞാൻ കോൺഫിഡൻ്റ് ആയിരുന്നു. അതുകൊണ്ട് റെഫറൻസ് അങ്ങനെ ഒന്നുമില്ല, സിമ്പിളായിട്ട് വേണം, അതുപോലെ തന്നെ ചെയ്തു. വെരി ഹാപ്പി, ഓൾ എക്സൈറ്റഡ്. ആറൊക്കെ ഹെയർ മാത്രമേ കാണിച്ചുള്ളൂ, എനിക്ക് ഇങ്ങനെ ഹെയർ മതിയെന്ന്. അത് മാത്രം, വേറെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ഇല്ല, പിന്നെ ഐസിന്റെ ഗ്ലിറ്ററിങ് അത് വേണമെന്ന് മാത്രമേ പറഞ്ഞു. ഐസിൻ്റെ ഒരു ഗ്ലിറ്ററിങ് വേണം, ഹെയർ ഇങ്ങനെ വേണം, ഈ 2 കാര്യങ്ങൾ. ഹാപ്പി, സൂപ്പർ ഹാപ്പി. ഇഷ്ടമായി. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു. താങ്ക് യു. നമുക്ക് ഈ ഒരു കസ്റ്റഡിയല്ലോ അല്ലേ? ഓക്കെ,